പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സ്ഥിതിവിവരശാസ്ത്രത്തിന്റെ ഒരു ലോകത്തേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങുകയാണ്. പ്രത്യേകിച്ചും ഈ മെഡിക്കൽ ഡെന്റൽ ഗവേഷണങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ചില വാക്കുകളുണ്ട്. സിഗ്നിഫിക്കന്റ് അല്ലെ, പി വാല്യൂ എന്നൊക്കെ. അതെ അതെ. എന്താണിവ ശരിക്കും? ഒരു പുതിയ ചികിത്സാ രീതി അത് പഴയതിനേക്കാൾ നല്ലതാണെന്നൊരു പഠനം പറയുമ്പോൾ ആ കണ്ടെത്തൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അത് യാഥാർത്ഥ്യമാണോ അതോ വെറും ഒരു റാൻഡം ചാൻസ്, യാദൃശികമായി കിട്ടിയൊരു ഭാഗ്യമാണോ? ശരിയാണ്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ തെളിവുകളെ നോക്കിയാണല്ലോ ചികിത്സകളൊക്കെ തീരുമാനിക്കേണ്ടത്. ഇപ്പോ ഒരു പുതിയ മരുന്ന് കൊടുത്തു, 50 പേരിൽ 40 പേർക്ക് അസുഖം മാറി എന്ന് കണ്ടു, കൊള്ളാം. പക്ഷേ അത് ശരിക്കും മരുന്നിന്റെ കഴിവ് തന്നെയാണോ? അതോ ഒരുപക്ഷേ മരുന്നില്ലായിരുന്നെങ്കിലും ഇത്രയും പേർക്ക് അസുഖം മാറുമായിരുന്നോ? ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രാധാന്യ പരിശോധനകൾ, അതായത് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന ടൂൾസ് ഒരുതരം ഡിറ്റക്റ്റീവ് പണി ചെയ്യുന്നത്. നമ്മുടെ കണ്ടെത്തലുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതോ വെറുതെ കിട്ടിയതാണോ എന്ന് പരിശോധിക്കുന്ന ഒരു റിയാലിറ്റി ചെക്ക് പോലെ. കൊള്ളാം. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം ഈ പ്രാധാന്യ പരിശോധനകളെ വളരെ സിമ്പിളായിട്ട്, ലളിതമായിട്ട് മനസ്സിലാക്കുക എന്നതാണല്ലേ? അതെ. വലിയ കണക്കൊന്നും അറിയാത്തവർക്കും സാധാരണ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്കിത് പരിചയപ്പെടാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഡെന്റൽ ഗവേഷണത്തിലും നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലും ഇതിന്റെ ആവശ്യം എന്താണെന്ന് നോക്കാം. ശരി. അപ്പോ എവിടെ തുടങ്ങണം? ഈ ഹൈപ്പോത്തീസിസ് ടെസ്റ്റിംഗ് അതാണോ ഇതിന്റെ ഒരു ബേസ്, ഒരു വാദത്തെ ചോദ്യം ചെയ്യുന്ന രീതി? അതെ അതെ, അതാണ് അതിൻ്റെ ഒരു അടിത്തറ. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഇത് ഒരു കോടതിയിലെ വിചാരണ പോലെ സങ്കല്പിച്ചോ. ഒരു വാദം, ഒരു ക്ലെയിം, അതിനെ നമ്മൾ കിട്ടിയ ഡാറ്റ വെച്ച് പരിശോധിക്കുന്നു. ഇവിടെ 2 പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഒന്നാമത്തേത് ശൂന്യ പരികൽപ്പന, നൾ ഹൈപ്പോത്തസിസ്, H0 എന്ന് പറയും. ഇത് നമ്മുടെ സ്ഥിരം പ്രതിയാണ്. ഒരു വ്യത്യാസവുമില്ല, പുതിയ ചികിത്സയ്ക്ക് പഴയതിനേക്കാൾ ഒരു മെച്ചവുമില്ല, ഈ മരുന്നിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു നിലപാട്. കോടതിയില് പ്രതി നിരപരാധിയാണ് എന്നാദ്യം കരുതുന്ന പോലെ. കൃത്യമായി അതുതന്നെ. ഇനി രണ്ടാമത്തെയാൾ, അത് ഗവേഷകൻ തെളിയിക്കാൻ നോക്കുന്ന കാര്യമായിരിക്കും. വ്യത്യാസമുണ്ട്, ചികിത്സയ്ക്ക് ഫലമുണ്ട് എന്നൊക്കെയുള്ള വാദം. എക്സാക്ട്ലി. അതിനെ നമ്മൾ ബദൽ പരികൽപ്പന, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്, H1 എന്ന് പറയും. H1. അപ്പോ ഗവേഷകന്റെ ലക്ഷ്യമെന്താ? ഈ നൾ ഹൈപ്പോത്തിസിസ് H0 തെറ്റാണെന്ന് സ്ഥാപിക്കണം. അതിന് മാത്രം ശക്തമായ തെളിവ് നമ്മുടെ ഡാറ്റയിൽ നിന്ന് കണ്ടെത്തണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, തെളിവ് കിട്ടിയില്ലെന്ന് വെക്കുക, അതിന്റെ അർത്ഥം H1 ശരിയാണെന്നല്ല. അല്ല, മറിച്ച് H0 തള്ളിക്കളയാൻ മാത്രം, ശക്തമായ തെളിവ് കിട്ടിയില്ല എന്നു മാത്രം. മനസ്സിലായി. അപ്പോ ഈ തെളിവിന്റെ ശക്തി അളക്കാനാണ് നമ്മൾ ഈ പി വാല്യൂ ഉപയോഗിക്കുന്നത്, അല്ലേ? 0നും 1നും ഇടയിലുള്ള ഒരു നമ്പറാണത്. അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? പി വാല്യൂ അതൊരു സാധ്യതയാണ്, ഒരു പ്രോബബിലിറ്റി. അത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നമ്മൾ ഈ പഠനത്തിൽ കണ്ട വ്യത്യാസം, ഉദാഹരണത്തിന് 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു മാറ്റം, അത് യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവുമില്ലെങ്കിൽ, അതായത് നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ, വെറും യാദൃശ്ചികത കൊണ്ട് മാത്രം, വെറും ചാൻസ് കൊണ്ട് മാത്രം സംഭവിക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അപ്പോ പി വാല്യൂ വളരെ കുറവാണെങ്കിൽ അതിനർത്ഥം യാദൃച്ഛികമായി ഇത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണോ? അതെ. ഇപ്പോ ഒരു കോയിൻ ടോസ് ചെയ്തു, 10 തവണ ചെയ്തപ്പോ 9 എണ്ണവും തല കിട്ടി. ഇത് വെറുതെ ഭാഗ്യം കൊണ്ടാവാൻ സാധ്യത കുറവാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? അതേ ലോജിക്. പി വാല്യൂ കുറയും തോറും സാധാരണയായി നമ്മളൊരു കട്ട് ഓഫ് വയ്ക്കും, 0.05 അല്ലെങ്കിൽ 5%. 0.05. അതിൽ താഴെയാണ് പി വാല്യൂ എങ്കിൽ നമ്മുടെ കണ്ടെത്തൽ യാദൃച്ഛികമല്ല, ഇതൊരു പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു റിയൽ എഫക്റ്റാണ് എന്നുള്ള തെളിവ് കൂടുതൽ ശക്തമാവുന്നു. ഈ കട്ട് ഓഫിനെ നമ്മൾ ആൽഫ ലെവൽ എന്ന് പറയും. സാധാരണയായി 0.05 വയ്ക്കാറ്. അപ്പോ പി 0.05 ആണെങ്കിൽ നമ്മൾ പറയും ഈ ഫലം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണ് എന്ന്. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്. അതെ. ഇത് നമുക്ക് ആ നൾ ഹൈപ്പോത്തിസിസിനെ തള്ളിക്കളയാനുള്ള ഒരു ധൈര്യം തരും. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്, അല്ലേ? ഈ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ അത് ക്ലിനിക്കലി,
അതായത് രോഗിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥമില്ലല്ലോ. വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് P0.05, അത് പറയുന്നത് ഈ കണ്ട വ്യത്യാസം യാദൃച്ഛികമല്ല എന്ന് മാത്രമാണ്. പക്ഷേ ആ വ്യത്യാസം എത്ര വലുതാണ്, അതിന്റെ വലിപ്പം, മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, അതുകൊണ്ട് രോഗിക്ക് കാര്യമായ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഒരു ഉദാഹരണം പറയാം. ഒരു പുതിയ മരുന്ന് ബ്ലഡ് പ്രഷർ കുറയ്ക്കും. പഠനം കഴിഞ്ഞപ്പോൾ കണ്ടു ശരാശരി 1 mmHg കുറയ്ക്കുന്നുണ്ട്. ഒരു 1,00,000 പേരെ പഠിച്ചാൽ ചിലപ്പോൾ ഈ 1 mmHg വ്യത്യാസം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിരിക്കും. P വളരെ ചെറുതായിരിക്കും. ശരിയാണ്. പക്ഷേ ഒരു രോഗിയെ സംബന്ധിച്ച് ബ്ലഡ് പ്രഷർ 1 mmHg കുറയുന്നത് ക്ലിനിക്കലി വലിയ കാര്യമാണോ? അല്ല. ശരിയാണ്. അപ്പൊ P വാല്യൂ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇല്ല. ആ വ്യത്യാസത്തിന്റെ വലിപ്പം, ഇഫക്റ്റ് സൈസ് എന്ന് പറയും അല്ലേ? പിന്നെ അത് വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ച്, കോൺഫിഡൻസ് ഇന്റർവെൽ, ഇതൊക്കെ നോക്കണം. തീർച്ചയായും. ഇത് നമ്മൾ ഡെന്റൽ ഗവേഷണ ഫലങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. വളരെ പ്രധാനം. ശരി. അപ്പോ നമുക്ക് ഈ പ്രാധാന്യ പരിശോധനകൾ എന്ന ടൂൾ ബോക്സിലെ ചില പ്രധാനപ്പെട്ട ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഡേറ്റ അനുസരിച്ച് ടെസ്റ്റ് മാറുമല്ലോ. പാരാമെട്രിക്, നോൺ പാരാമെട്രിക് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ചില അനുമാനങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഡേറ്റ ഒരു മണി പോലെ, ഒരു ബെൽ കൗറു പോലെ വിതരണം ചെയ്തിരിക്കുന്നു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെയുള്ള ഡേറ്റയാണെങ്കിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കും. ഇവ പൊതുവെ കൂടുതൽ പവർഫുള്ളാണ്. അതായത് ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടുപിടിക്കാൻ കഴിയും. എന്നാൽ ഈ അനുമാനങ്ങളൊന്നും ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ റാങ്കുകൾ പോലെയുള്ളതാണെങ്കിൽ, അപ്പോൾ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കും. ഇവയ്ക്ക് അത്ര കർശനമായ നിബന്ധനകളൊന്നുമില്ല ഡേറ്റയുടെ വിതരണത്തെപ്പറ്റി. ശരി. അപ്പോൾ ഏറ്റവും സാധാരണയായി നമ്മൾ കാണുന്ന ഒരു ടെസ്റ്റ് ടി ടെസ്റ്റ് അതെപ്പോഴാ ഉപയോഗിക്കുക? ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു പഠനത്തിൽ കൃത്യം 2 ഗ്രൂപ്പുകൾ. ആ 2 ഗ്രൂപ്പുകളുടെ ശരാശരി, അതായത് മീൻ, അത് തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയ വ്യത്യാസമുണ്ടോ എന്ന് നോക്കാൻ. ഉദാഹരണത്തിന് ഡെന്റൽ ഫീൽഡിൽ പറഞ്ഞാൽ, ഒരു പുതിയ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച ഒരു ഗ്രൂപ്പ്, അവരുടെ പ്ലാക്ക് സ്കോറിന്റെ ശരാശരി, പിന്നെ സാധാരണ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച വേറൊരു ഗ്രൂപ്പ്, അവരുടെ ശരാശരി, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇത് നോക്കാൻ ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ഇതിൽ തന്നെ 2 തരമില്ലേ? ഒന്ന് ഈ പറഞ്ഞ പോലെ 2 വ്യത്യസ്ത ഗ്രൂപ്പുകൾ, പുതിയ ടൂത്ത്പേസ്റ്റ് ഗ്രൂപ്പും പഴയ ടൂത്ത്പേസ്റ്റ് ഗ്രൂപ്പും. അതെ. മറ്റൊന്ന് ഒരേ ഗ്രൂപ്പിനെ തന്നെ ചികിത്സയ്ക്ക് മുൻപും ശേഷവും അളക്കുന്നത്. ശരിയാണ്. ഈ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യുന്നതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് എന്ന് പറയും. ഇൻഡിപെൻഡന്റ് കാരണം ഗ്രൂപ്പുകൾ സ്വതന്ത്രമാണ്. ഇനി ഒരേ ആളുകളെ തന്നെ 2 അവസ്ഥകളിൽ അളക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുൻപുള്ള കൊളസ്ട്രോൾ ലെവൽ, മരുന്ന് കൊടുത്ത് 1 മാസം കഴിഞ്ഞുള്ള ലെവൽ. ഒരേ ആള് തന്നെ. അതെ. ഇതിനെ പെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയും. ഇനി ഈ ഡേറ്റ നോർമൽ അല്ലെങ്കിൽ, അതായത് പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റിന് പകരം മാൻ വിറ്റ്നി യു ടെസ്റ്റ്, പെയർഡ് ടി ടെസ്റ്റിന് പകരം വിൽകോക്സൺ സൈൻ റാങ്ക് ടെസ്റ്റ്, ഇവയാണ് നോൺ പാരാമെട്രിക് ഓപ്ഷനുകൾ. അപ്പോ ടി ടെസ്റ്റ് 2 ഗ്രൂപ്പുകൾക്ക്. ഇനി 3 അതിൽ കൂടുതലോ ഗ്രൂപ്പുകളുണ്ടെങ്കിലോ, ഉദാഹരണത്തിന് ഒരു 3 തരം ഫില്ലിംഗ് മെറ്റീരിയൽസ്, അതിന്റെയൊക്കെ തേയ്മാനം നമുക്ക് താരതമ്യം ചെയ്യണം. അപ്പോ ഗ്രൂപ്പ് എ വേഴ്സസ് ബി, ബി വേഴ്സസ് സി, എ വേഴ്സസ് സി എന്നൊക്കെ ഓരോ ജോഡിയായി ടി ടെസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്. പാടില്ല. അങ്ങനെ ഒന്നിലധികം ടി ടെസ്റ്റുകൾ ചെയ്യുന്നത് തെറ്റായ നിഗമനത്തിലെത്താനുള്ള സാധ്യത കൂട്ടും. ടൈപ്പ് 1 എറർ കൂടാൻ സാധ്യതയുണ്ട്. ശരി. ഈ സാഹചര്യത്തിലാണ് നമ്മൾ അനോവ അനാലിസിസ് ഓഫ് വേരിയൻസ് ഉപയോഗിക്കുന്നത്. ഇത് 3 അതിലധികമോ ഗ്രൂപ്പുകളുടെ ശരാശരികൾ ഒറ്റയടിക്ക് താരതമ്യം ചെയ്യും. അനോവ നമുക്ക് പറഞ്ഞു തരും ഈ ഗ്രൂപ്പുകൾക്കിടയിൽ എവിടെയോ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയ ഒരു വ്യത്യാസമുണ്ട് എന്ന്. എവിടെയോ? കൃത്യമായി ഏത് ഗ്രൂപ്പുകൾ തമ്മിലാണെന്ന് പറയില്ലേ? ഇല്ല, അനോവ അത് പറയില്ല. അത് കണ്ടുപിടിക്കാൻ നമ്മൾ പോസ്റ്റ് ഹോക് ടെസ്റ്റുകൾ എന്ന് പറയുന്ന ചില തുടർ പരിശോധനകൾ ചെയ്യണം. അനോവയുടെ നോൺ പാരാമെട്രിക് ബദലാണ് ക്രൂസ്കൽ വാലിസ് ടെസ്റ്റ്. ശരി. ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ ശരാശരികളെക്കുറിച്ചാണ്, മീൻ. എന്നാൽ ചിലപ്പോ നമ്മുടെ താൽപര്യം എണ്ണങ്ങളിലായിരിക്കും, അല്ലേ? കൗണ്ട്സ്. അതെ. ഇപ്പോ ഒരു പുതിയ ചികിത്സ വിജയിച്ചോ ഇല്ലയോ, അതെ,
ഇല്ല. അല്ലെങ്കിൽ രോഗിയുടെ ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ എന്നതിനനുസരിച്ച് രോഗം വരാനുള്ള സാധ്യത മാറുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുക? വളരെ ശരിയാണ്. അവിടെയാണ് കൈ-സ്ക്വയർ ടെസ്റ്റ് വരുന്നത്. കൈ-സ്ക്വയർ ഇത് കാറ്റഗറികളിലുള്ള ഡേറ്റ, അതായത് കാറ്റഗറിക്കൽ ഡേറ്റ, അതിലെ എണ്ണങ്ങളെ കൗണ്ട്സ് താരതമ്യം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ശരാശരിയല്ല, എണ്ണമാണ് ഇവിടെ പ്രധാനം. ഓക്കെ. നമ്മൾ നിരീക്ഷിച്ച എണ്ണം, ഒബ്സർവ്ഡ് കൗണ്ട്സ്. ഉദാഹരണത്തിന്, പുകവലിക്കുന്ന 100 പേരിൽ 20 പേർക്ക് ക്യാൻസർ വന്നു, വലിക്കാത്ത 100 പേരിൽ 5 പേർക്കേ വന്നുള്ളൂ. ഈ നിരീക്ഷിച്ച എണ്ണവും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എണ്ണവും, എക്സ്പെക്റ്റഡ് കൗണ്ട്സ്, തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് കൈ-സ്ക്വയർ നോക്കും. മനസ്സിലായി. ഡെന്റൽ ഫീൽഡില് ഒരു ഉദാഹരണം പറഞ്ഞാൽ 2 തരം ഇംപ്ലാന്റ് ഡിസൈൻ, ഏതാണ് കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളത്? വിജയിച്ച ഇംപ്ലാന്റുകളുടെയും പരാജയപ്പെട്ടവയുടെയും എണ്ണം വെച്ച് താരതമ്യം ചെയ്യാൻ ഇത് ഉപയോഗിക്കാം, അല്ലേ? തീർച്ചയായും ഉപയോഗിക്കാം. അതുപോലെ പേഡ് ഡേറ്റയാണെങ്കിൽ, അതായത് ഒരേ വ്യക്തിയെ മുൻപ് ശേഷം എന്ന രീതിയിൽ നോക്കുമ്പോൾ, ഫലം കാറ്റഗറിയിലാണെങ്കിൽ, ഉദാഹരണത്തിന് മോണരോഗം ഉണ്ട് ഇല്ല എന്നത് ചികിത്സയ്ക്ക് ശേഷം മാറിയോ എന്ന് നോക്കാൻ മക്നമർ ടെസ്റ്റ് എന്നൊരു ടെസ്റ്റുണ്ട്. ഇത് കൈ-സ്ക്വയറിന്റെ പേഡ് വേർഷൻ പോലെയാണ്. ഇത് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് മാറിയവരുടെ എണ്ണത്തിലാണ്. മുൻപ് ഒരു അവസ്ഥയിൽ നിന്ന് ശേഷം മറ്റൊരവസ്ഥയിലേക്ക് മാറിയവരുടെ എണ്ണം. മക്നമർ ടെസ്റ്റ്. ഓക്കെ. ഇനി വേറൊരു തരം ചോദ്യം വരാം. 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? ഒരു ബന്ധം, അസോസിയേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ. ഉദാഹരണത്തിന്, ഒരാളുടെ പ്രായം കൂടുന്തോറും മോണരോഗത്തിന്റെ തീവ്രത കൂടുന്നുണ്ടോ? അല്ലെങ്കിൽ ദിവസവും കുടിക്കുന്ന ചായയുടെ എണ്ണവും പല്ലിലെ കറയുടെ അളവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് കണ്ടുപിടിക്കാൻ എന്തു ചെയ്യും? നല്ല ചോദ്യം. അതിനാണ് നമ്മൾ കോറിലേഷൻ, റിഗ്രഷൻ എന്ന ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവ കൃത്യമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രാധാന്യ പരിശോധനകളുടെ ഗണത്തിൽ പെടുത്താറില്ലെങ്കിലും ബന്ധമുണ്ടോ എന്നും ആ ബന്ധത്തിന്റെ ശക്തി എത്രയാണെന്നുമൊക്കെ അളക്കാൻ സഹായിക്കും. ഓക്കെ. കോറിലേഷൻ പറയും 2 വേരിയബിൾസ് ഒരുമിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ എന്ന്. R എന്നൊരു കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉണ്ട്. അത് -1നും +1നും ഇടയിലായിരിക്കും. ഉദാഹരണം, ഇപ്പോ പൊക്കം കൂടുമ്പോൾ സാധാരണയായി തൂക്കവും കൂടും. അതൊരു പോസിറ്റീവ് കോറിലേഷനാണ്. R വാല്യൂ പോസിറ്റീവായിരിക്കും. ശരി. അപ്പോ റിഗ്രഷനോ? റിഗ്രഷൻ ഒരു പടി കൂടി മുന്നോട്ടു പോകും. അത് ഒരു വേരിയബിളിന്റെ അളവ് വെച്ച് മറ്റേ വേരിയബിളിന്റെ അളവ് പ്രവചിക്കാൻ ശ്രമിക്കും. പ്രവചിക്കാൻ. അതെ. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ദിവസം എത്ര സിഗരറ്റ് വലിക്കുന്നു എന്നറിഞ്ഞാൽ അയാളുടെ ശ്വാസകോശ ശേഷി, ലങ് കപ്പാസിറ്റി ഏകദേശം എത്രയായിരിക്കുമെന്ന് ഒരു റിഗ്രഷൻ മോഡൽ വെച്ച് പ്രവചിക്കാൻ ശ്രമിക്കാം. മനസ്സിലായി. പക്ഷേ ഇവിടെ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോറിലേഷൻ കണ്ടാൽ. എന്താണത്? കോറിലേഷൻ ഒരിക്കലും കാരണം പറയുന്നില്ല. കോറിലേഷൻ ഡസ് നോട്ട് ഇംപ്ലൈ കോസേഷൻ. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. അതെ. ഒരു ക്ലാസിക് ഉദാഹരണമുണ്ട്. ഐസ്ക്രീം വിൽപ്പനയും കടലിൽ മുങ്ങിമരിക്കുന്നവരുടെ എണ്ണവും തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. രണ്ടും ഒരുമിച്ച് കൂടും. പക്ഷെ അതിന്റെ അർത്ഥം ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ടാണ് ആളുകൾ മുങ്ങിമരിക്കുന്നത് എന്നാണോ? അല്ലല്ലോ. രണ്ടിനും കാരണം വേനൽക്കാലമാണ്. ചൂട് കൂടുമ്പോൾ ഐസ്ക്രീം വിൽപ്പനയും കൂടും, കടലിൽ കുളിക്കാൻ പോകുന്നവരുടെ എണ്ണവും കൂടും. അപ്പോൾ അപകടങ്ങളും കൂടും. ശരിയാണ്. അപ്പോ 2 കാര്യങ്ങൾ തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബന്ധം കണ്ടെന്ന് വെച്ച് ഒന്ന് മറ്റേതിന് കാരണമാണെന്ന് ഉറപ്പിക്കാൻ ഈ ടെസ്റ്റ് മാത്രം പോരാ. തീർച്ചയായും പോരാ. മറ്റു പഠനങ്ങളും തെളിവുകളും ഒക്കെ വേണം. പിന്നെ ഡേറ്റ നോർമൽ അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന പിയേഴ്സൺ കോറിലേഷന് പകരം സ്പിയർമാൻ കോറിലേഷൻ ഉപയോഗിക്കാറുണ്ട്. സ്പിയർമാൻ. ഓക്കെ. വേറെ ചില ടെസ്റ്റുകളുടെ പേരും കേട്ടിട്ടുണ്ട്. Z ടെസ്റ്റ്, F ടെസ്റ്റ് എന്നൊക്കെ. അതൊന്ന് ചുരുക്കി പറയാമോ? പറയാം. Z ടെസ്റ്റ് അടിസ്ഥാനപരമായി T ടെസ്റ്റ് പോലെ തന്നെയാണ്. 2 ഗ്രൂപ്പുകളുടെ ശരാശരി താരതമ്യം ചെയ്യാൻ. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് വളരെ വലിയ സാമ്പിളുകൾ ഉണ്ടാവുമ്പോഴാണ്. ആയിരക്കണക്കിന് ആളുകളൊക്കെയുള്ള പഠനങ്ങളിൽ. T ടെസ്റ്റിന്റെ ഒരു വലിയ ചേട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കേ. ഡേറ്റ എത്രത്തോളം പരന്നാണ് കിടക്കുന്നത് എന്നതിലെ വ്യത്യാസം താരതമ്യം ചെയ്യാനാണ്. ശരാശരി ഒരുപോലെ ആണെങ്കിലും സ്പ്രെഡ് വ്യത്യാസമുണ്ടാവാം. അതെ. എനോവയുടെ ഉള്ളിലും ഈ F ടെസ്റ്റിന്റെ ഒരു റോളുണ്ട്. കൊള്ളാം. അപ്പോ പ്രധാനപ്പെട്ട കുറേ ടെസ്റ്റുകൾ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഏകദേശം ഒരു ധാരണയായി. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം, ഡെന്റിസ്ട്രി.
ഈ അറിവൊക്കെ ഒരു ദന്തരോഗ വിദഗ്ധന്, ഒരു ഡെന്റിസ്റ്റിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? നമുക്കാദ്യം ഗവേഷണത്തിന്റെ കാര്യമെടുക്കാം. തീർച്ചയായും ഡെന്റൽ ഗവേഷണത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഒരു പുതിയ ഫില്ലിംഗ് മെറ്റീരിയൽ വന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ഇംപ്ലാന്റ് സർജറി ടെക്നിക്, പുതിയൊരു ഓർത്തോഡോണ്ടിക് ഉപകരണം, ഇവയൊക്കെ നിലവിലുള്ളതിനേക്കാൾ ശരിക്കും മികച്ചതാണോ? പഠനങ്ങളിൽ നമ്മളൊരു വ്യത്യാസം കണ്ടു. പക്ഷേ ഈ വ്യത്യാസം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണം. അതിനാണ് ഈ ടെസ്റ്റുകൾ. ഇല്ലെങ്കിൽ ആ കണ്ട വ്യത്യാസം വെറും യാദൃശികമായി സംഭവിച്ചതാണെന്ന് വരാം. ശരിയാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ടെസ്റ്റുകൾ നമ്മുടെ ഗവേഷണ നിഗമനങ്ങൾക്കൊരു വിശ്വാസ്യത കൊടുക്കുന്നു. നല്ല ജേണലുകളിൽ പബ്ലിഷ് ചെയ്യാൻ അത് അത്യാവശ്യമാണ്. തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ക്ലിനിക്കൽ ഗൈഡ്ലൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് വേണം. ഗവേഷണത്തിൽ ഇതിന്റെ പ്രാധാന്യം വളരെ വ്യക്തമാണ്. പക്ഷേ ദിവസവും നമ്മൾ ക്ലിനിക്കിൽ രോഗികളെ നോക്കുന്ന ഒരു സാധാരണ ഡെന്റിസ്റ്റിന് ഈ സ്റ്റാറ്റിസ്റ്റിക്സും p-വാല്യൂ ഒക്കെ അറിയേണ്ട കാര്യമുണ്ടോ? നമ്മൾ അവിടെ ഇരുന്ന് ഈ ടെസ്റ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നേരിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കാൽക്കുലേറ്റർ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ എവിഡൻസ് ബേസ്ഡ് ഡെന്റിസ്ട്രി, അതായത് തെളിവുകളെ അടിസ്ഥാനമാക്കി ചികിത്സിക്കുന്ന രീതി, അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട്? കാരണം നമ്മൾ നിരന്തരമായി പുതിയ പ്രോഡക്ട്സിനെക്കുറിച്ചും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചുമുള്ള അവകാശവാദങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലേ? കമ്പനി റെപ്രസെന്റേറ്റീവ്സ് വരുന്നു, പുതിയ പഠനഫലങ്ങൾ നമ്മൾ ജേണലുകളിലോ ഓൺലൈനിലോ ഒക്കെ വായിക്കുന്നു. ശരിയാണ്. അതെങ്ങനെ സഹായിക്കും? ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ സെയിൽസ് റിപ്പ് വന്ന് പറയുന്നു, ഡോക്ടറെ, ഞങ്ങളുടെ ഈ പുതിയ ബോണ്ടിങ് ഏജന്റ് ഉണ്ടല്ലോ, പഴയതിനേക്കാൾ ഭയങ്കര ബോണ്ട് സ്ട്രെങ്ത് ആണ്, പല്ലില നന്നായി പിടിച്ചിരിക്കും, അതുകൊണ്ട് ഇത് ഉപയോഗിക്കണം. സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കണം, ഓക്കെ, ഇത് തെളിയിക്കുന്ന പഠനങ്ങളുണ്ടോ? ആ പഠനങ്ങളിൽ കണ്ട വ്യത്യാസം അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിരുന്നോ? ഇനി സിഗ്നിഫിക്കൻ്റ് ആയിരുന്നെന്ന് വെക്കുക. അടുത്ത ചോദ്യം, ആ വ്യത്യാസം ക്ലിനിക്കലി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അതാണ് കാര്യം. ഒരുപക്ഷേ ബോണ്ട് സ്ട്രെങ്ത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ചെറിയ വർധനവുണ്ടാവാം, p-വാല്യൂ കുറവാകാം. പക്ഷേ ആ ചെറിയ വർധനവ് കൊണ്ട് ഫില്ലിങ്ങിൻ്റെ ആയുസ്സിൽ കാര്യമായ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരുപാട് വില കൂടുതൽ കൊടുത്ത് ആ പുതിയ സാധനം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ്, ഈ ഒരു ചിന്ത വരണം. അതുപോലെ രണ്ട് ചികിത്സാ ഓപ്ഷൻസ് രോഗിക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ ഒന്നിന് മറ്റേതിനേക്കാൾ സക്സസ് റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കൈ-സ്ക്വയർ ടെസ്റ്റ് വഴി തെളിയിച്ചത്, അത് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അവരുടെ തീരുമാനം കുറച്ചുകൂടി എളുപ്പമാക്കാൻ സഹായിക്കും. റിസ്കുകളെക്കുറിച്ച് പറയുമ്പോഴും ഇത് പ്രധാനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ വിസ്ഡം ടൂത്ത് എടുക്കുമ്പോൾ നെർവിന് ഡാമേജ് വരുമോ എന്നൊക്കെ രോഗികൾക്ക് പേടിയുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാം, നോക്കൂ, വലിയ പഠനങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ റിസ്ക് സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ ചെറുതാണ്, 1% താഴെയാണ്. അതും 3D സ്കാനൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ആ റിസ്ക് വീണ്ടും കുറയ്ക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ശാസ്ത്രീയ അടിത്തറയുണ്ട്. അതെ, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് വെച്ച് സംസാരിക്കുമ്പോഴേ അതിനൊരു വ്യക്തതയും ആധികാരികതയുമുണ്ട്. അത് രോഗിയുടെ ആശങ്ക കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. ശരിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഈ അറിവ് നമ്മളെ സഹായിക്കുന്നത്, 1, വരുന്ന തെളിവുകളെ ഒന്ന് ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായിട്ട് വിലയിരുത്താൻ, 2, വെറും മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ വീണുപോകാതിരിക്കാൻ, 3, രോഗികൾക്ക് ഏറ്റവും അനുയോജ്യമായതും ശാസ്ത്രീയമായി തെളിവുകളുള്ളതുമായ ചികിത്സ തിരഞ്ഞെടുത്ത് നൽകാൻ, 4, നമ്മുടെ തീരുമാനങ്ങളെ നമുക്ക് തന്നെയും രോഗികളോടും ആത്മവിശ്വാസത്തോടെ ന്യായീകരിക്കാൻ. കൊള്ളാം. ഒരു ഷെഫ് പുതിയ റെസിപ്പികൾ പരീക്ഷിച്ചിട്ട് ഏതാണ് ഏറ്റവും നല്ലതെന്നറിയാൻ ഒരു കൂട്ടം ആളുകളെ കൊണ്ട് രുചി നോക്കിയില്ലേ? അതുപോലെയാണ് ഗവേഷണവും ഈ പ്രാധാന്യ പരിശോധനകളും. രുചിയിലെ വ്യത്യാസം യഥാർത്ഥത്തിലുള്ളതാണോ അതോ അന്നവർക്ക് കൂടുതൽ വിശന്നിരുന്നതുകൊണ്ടാണോ എന്നൊക്കെ ഈ ജഡ്ജിമാർ, അതായത് സിഗ്നിഫിക്കൻസ് ടെസ്റ്റുകൾ, തീരുമാനിക്കും. നല്ലതാണെന്ന് തെളിഞ്ഞാൽ മാത്രം ഷെഫ് അത് മെനുവിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തും. നല്ല ഉപമ, വളരെ അനുയോജ്യമാണ്. ശരി, അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുണ്ടോ? പ്രത്യേകിച്ചും ഈ p-വാല്യൂവിനെ മാത്രം നോക്കുന്നതിലെ പ്രശ്നങ്ങളെക്കുറിച്ച്. തീർച്ചയായും കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു പറയാം. പറയൂ. 1, p.005 എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം ആ കണ്ടെത്തൽ സത്യം എന്നല്ല, മറിച്ച് അത് യാദൃച്ഛികമായി സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് മാത്രം. ഓക്കേ. 2,
P.005 എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം ഒരു വ്യത്യാസവുമില്ല എന്നുമല്ല. ഒരുപക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ടാവാം, പക്ഷേ അത് കണ്ടെത്താൻ മാത്രം നമ്മുടെ പഠനത്തിന് ശക്തി, അതായത് പവർ, ഇല്ലാത്തതുകൊണ്ടാവാം. ചിലപ്പോൾ സാമ്പിൾ സൈസ് കുറവായതുകൊണ്ടാവാം. ശരി. 3. സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് മാത്രം പോരാ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, അതായത് യഥാർത്ഥ ലോകത്തിൽ അതിനെത്ര പ്രാധാന്യമുണ്ട് എന്നുകൂടി എപ്പോഴും നോക്കണം. അതിന് ഇഫക്റ്റ് സൈസും കോൺഫിഡൻസ് ഇന്റർവെല്ലുമൊക്കെ നമ്മളെ സഹായിക്കും. 4. സന്ദർഭം, കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. പഠനം എങ്ങനെ നടത്തി, ആരെയാണ് പഠിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ വെറുതെ ഒരു P-വാല്യൂ എടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈയൊരു ആഴത്തിലുള്ള സംഭാഷണം നമുക്ക് ഉപസംഹരിക്കാമല്ലേ? വെറും യാദൃശികമാണോ അതോ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ്. അതെ. ടി-ടെസ്റ്റ്, അനോവ, കൈ-സ്ക്വയർ, കോറിലേഷൻ, അങ്ങനെ പലതരം ടെസ്റ്റുകളുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ സാഹചര്യങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നത് ആ ചിത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ശരിയാണ്. ഒരു കണ്ടെത്തൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രസക്തമാണ്, അതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. അതാണ് ആത്യന്തികമായി പ്രധാനം. ഈ ഒരറിവ് തീർച്ചയായും ഡെന്റൽ ഗവേഷണ ഫലങ്ങളെ ശരിയായി മനസ്സിലാക്കാനും ക്ലിനിക്കൽ പ്രാക്ടീസിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഏറ്റവും നല്ല ചികിത്സ നൽകാനും നിങ്ങളെ സഹായിക്കും. തീർച്ചയായും. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കായി ഒരവസാന ചിന്ത. ആ. നിങ്ങൾ അടുത്ത തവണ ഒരു പുതിയ ഡെന്റൽ പ്രോഡക്റ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുതിയ ചികിത്സാരീതിയുടെ വിജയത്തെക്കുറിച്ചോ ഒരു ആർട്ടിക്കിളോ ഒരു പരസ്യമോ കാണുമ്പോൾ അതിലെ അവകാശവാദങ്ങൾക്ക് പിന്നിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെളിവുകളെക്കുറിച്ച് ഒരു നിമിഷം ആലോചിക്കുമോ? ആ കണ്ടെത്തൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ പോലും അത് നിങ്ങളുടെ രോഗികൾക്ക് നിങ്ങളുടെ പ്രാക്ടീസിന് യഥാർത്ഥത്തിൽ എത്രത്തോളം വ്യത്യാസമുണ്ടാക്കും എന്ന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.